പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, ബോബി ചെമ്മണ്ണൂർ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തിരുമല കഴിഞ്ഞ് നമ്മുടെ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് എന്നൊരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ കൂടി കിടക്കുന്ന വഴിയിൽ വടകര നഗർ എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു പൈപ്പിൻ്റെ അടിയിൽ ഒരു തവളയും, ഇന്നലെ ഒരു സ്ഥലത്ത് പൊന്താൻ എന്ന് പറഞ്ഞു, പൊന്താൻ. അപ്പോൾ പൊന്താനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, പൊന്താൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെ തവളയെ, ചൊറിയൻ തവളയാണ് പൊന്താൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചൊറിയൻ തവളയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതിഥിയെ കണ്ടു അദ്ദേഹം നമ്മളെ വിളിക്കുകയുണ്ടായി. വിളിച്ച് നമ്മൾ ഇവിടെ വന്ന് ക്യാമറയായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ പുള്ളി ഓടി അങ്ങ് പോയിരിക്കണം. കാരണം പുള്ളി അതിനെ നോക്കാനായിട്ട് അവിടെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഉണ്ടോ നോക്കാൻ പറയാൻ. പുള്ളി അവിടെ തന്നെ സ്റ്റമ്പായിട്ട് നിൽക്കണം. കാരണം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ട് പുള്ളിക്കൊരു വിഷമമല്ലോ, പുള്ളി ഓടി അങ്ങ് പോയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് കൈ കാണിച്ച് ഇതിൽ ഓടിപ്പോയത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നമ്മുടെ അതിഥി ആരാണ്, അദ്ദേഹം പറഞ്ഞ പോലെ പൊന്താനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മൂർഖനാണോ ചേരയാണോ എന്നൊന്നും അറിയില്ല. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്, നോക്കാം നമ്മുടെ അതിഥി ആരാണ്. ഇതും നമ്മുടെ നാട്ടിൽ ഒരു കഥ പറയുന്ന ഒരു ചെറിയ പാമ്പ് വർഗ്ഗമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കോഴിപ്പാമ്പ് എന്നറിയപ്പെടുന്ന ഒരു സാധുജീവിയാണ്. പിന്നെ കോഴി തിന്നു കഴിഞ്ഞാൽ കോഴി മരിക്കുമെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കഥകൾ പറയുന്നത്. ഇത് വാം സ്നേക്കാണ്. ഇത് കണ്ണുള്ള പാമ്പല്ല, കുട്ടിപ്പാമ്പിൻ്റെ കുടുംബമാണ്. ഇത് വേറെ ഉപദ്രവിക്കുന്ന സ്ഥലം പല വീടുകളിലും ബാത്റൂമിനകത്തൊക്കെ കണ്ടുവരും. ചിലപ്പോൾ അടുക്കളയിൽ വേസ്റ്റ് വെള്ളം പോകുന്ന ഭാഗത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഇതിനെ കോഴിപ്പാമ്പ് എന്നറിയപ്പെടും. ഇത് ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ സ്റ്റമ്പായിരിക്കുന്നത് ചത്തിട്ട് കുറച്ച് സമയം ആയതുകൊണ്ടാണ്, വണ്ടിയെ കണ്ട കയറിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിനെ കണ്ട സാധനം ആൾക്കാർ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാറുണ്ട്. അതിൻ്റെ ഒരാവശ്യമില്ല. ഇത് നിരുപദ്രവകാരിയായ ഒരു സാധു ജീവിയാണ്. ഇത് നമ്മൾ എന്തായാലും മരിച്ചതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്, കളയുകയാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു. നമുക്കറിയാം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷം, നല്ല പറമ്പൊക്കെ നല്ല വൃത്തിയാക്കി, നല്ല ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലം. ഒരു വേസ്റ്റ് പോലും കാണാനില്ല. ഇത്രയും ഈ സ്ഥലത്ത് വീട്ടിനകത്ത് വന്ന് ഈ വീടിൻ്റെ പരിസരത്ത് വന്നിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ കാണാനുള്ളത്. അത്രയ്ക്ക് നല്ല ക്ലീനായിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ തവളയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തവളയെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പാമ്പിനെ നമ്മൾ കണ്ടില്ല എങ്കിലും ഈ തവള മരണപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ അറിയാം ഇത് മൂർഖൻ പാമ്പിന്, വെനമുള്ള പാമ്പിൻ്റെ ബൈറ്റാണ്, കടിയാണ്. കാരണം വടി സ്റ്റിഫായിരിക്കും, തടി പോലെ. ഇതിപ്പോൾ ചത്തിട്ട് മരണപ്പെട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നല്ല വടി പോലെയാവും. അപ്പോൾ ഇതാണ് ഞാൻ മിനിങ്ങാന്ന് പോയപ്പോൾ ആ സ്ഥലത്ത് പൊന്താൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെയാണ്, പൊന്താൻ. ഇത് ചൊറിയൻ തവള എന്ന് നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ചൊറിയൻ തവള, ദേഹത്തിൽ മുഴയുള്ളത് കൊണ്ട് ചൊറിയൻ തവള എന്ന് വിളിക്കുന്നു. പാമ്പിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എലിയാണെങ്കിലും പക്ഷേ ഇദ്ദേഹത്തിനെയും ഇഷ്ടംപോലെ പിടിക്കുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മൾ ചെടിത്തോട്ടമൊക്കെ ഉണ്ടാകുന്ന വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെടിച്ചട്ടിയിൽ വെക്കരുത്. അടുപ്പിച്ചടുപ്പിച്ച് ചെടിച്ചട്ടി വെക്കുക. അതുപോലെ കല്ല് ഇഷ്ടിക വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ചെടിച്ചട്ടി വെക്കുക. അതുപോലെ സിമെൻറ്റ് ബ്ലോക്ക് വെച്ചിട്ട് ചെടിച്ചട്ടി വെക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഭക്ഷണം തേടി വരുന്നതാണ്, പേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഇദ്ദേഹത്തെ കണ്ട ഉടനെ ഇതിനകത്തേക്ക് പൈപ്പിൻ്റെ സൈഡിലോട്ട് കയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൂടെ ഒന്നിങ്ങനെ എടുത്ത് നോക്കിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അതായിരിക്കുന്നു, നമുക്ക് കാണാം. ഒരു പൈപ്പ് എടുത്തപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഈ ഡ്രെയിനേജിൻ്റെ വെള്ളം പോകുന്ന അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം പോകുന്ന ഓളയ്ക്കകത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇല്ല, ഞാൻ ഇപ്പോഴും പൊക്കി നോക്കിയിട്ട് വെച്ചതേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മളെടുക്കുന്നതിന് മുന്നേ പുള്ളി ആവശ്യമുള്ള വീഡിയോ ഒക്കെ മൊബൈലിൽ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, യൂട്യൂബിൽ ഇടാൻ വേണ്ടി. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇതാക്കണം, ഈ പൈപ്പ് കൂടി ഒന്ന് മാറ്റാം. നമുക്കതായിരിക്കുന്നു. അത് മാത്രമല്ല, കണ്ടത് ഏറ്റവും അനിവാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്നേ പറയാൻ പറ്റും. കാരണം ഈ വീട്ടിൽ കുട്ടികളുണ്ട്. അതുമാത്രമല്ല ഇവിടെ കൊച്ചുകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അബദ്ധവശാൽ കുട്ടികൾ ശ്രദ്ധിക്കാതെ ഇങ്ങോട്ടൊന്നും സാറിന് ഇപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ട്യൂഷന് വന്നു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഇടയ്ക്ക് അവർക്ക് കളിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലായിടത്തും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ. അപ്പോൾ കൃത്യം 3 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞാൽ 4 മണിക്ക് തന്നെ വീട്ടിൽ എത്തണം അമ്മമാർ പറഞ്ഞു വിടുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കാനും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നും കളിക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് അബദ്ധവശാൽ കുട്ടികൾ അങ്ങനെ ഒന്നിങ്ങനെ തട്ടുകയോ മാന്തുകയോ ചവിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടായാലും, അപ്പോൾ എന്തായാലും തൊട്ടടുത്ത പറമ്പ് കാട് കയറി കിടക്കുകയാണ്, ഒഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നതായിരിക്കാൻ സാധ്യത കൂടുതൽ. നമുക്ക് കാണാം ഇദ്ദേഹത്തെ നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് കുഞ്ഞിനത് ഇദ്ദേഹം പറഞ്ഞാൽ തീരെ ചെറുതെന്നാണ് പറയുന്നത്. തീരെ ചെറുതുണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം പാമ്പുകൾ ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ.
മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ അതിഥി. അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു, പുള്ളിക്കാരന് വേണമെങ്കിൽ ഇതിനെ സേവ് ചെയ്യാം. പുള്ളിക്കാരന് ഇതുപോലത്തെ ഒരു പൈപ്പ് എടുത്തിട്ട് പൈപ്പിൻ്റെ ഒരു തല പ്ലാസ്റ്റിക് എന്തെങ്കിലും വെച്ച് അടയ്ക്കുക, റബ്ബർ ഇടുക. എന്നിട്ട് ഈ എഴിഞ്ഞു വരുന്ന പാമ്പിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പൈപ്പിനകത്ത് കയറും. അപ്പോൾ നമുക്ക് മറുവശം ഇവിടെ എന്തെങ്കിലും വെച്ച് സീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് സീൽ ചെയ്യുകയോ സഞ്ചി വല്ല ഒരു കീസ് വെച്ച് അടയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറും. അപ്പോൾ പുള്ളിക്കാരന് അതുപോലെ ഒരു കീസ് വെച്ച് അടച്ചതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടാൻ കഴിയും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു ചെറിയൊരു അതിഥിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കോർണറിലൊരു മൂലയിലിരിക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഒരു തല നന്നായിട്ട് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയോ വെച്ച് ചേർത്ത് കെട്ടി നല്ല ടൈറ്റാക്കി കെട്ടുക. എന്നിട്ട് ഇത്രയും നീളമുള്ള പൈപ്പാകുമ്പോൾ പാമ്പിരിക്കുന്ന സ്ഥലത്തോട് നീക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അടയ്ക്കുമ്പോൾ ഇതൊരു ഇരുട്ടാവും, ഈ പൈപ്പിനകത്ത് നല്ല ഇരുട്ടാവും. അപ്പോൾ അദ്ദേഹം വിചാരിക്കും ഇത് മാളമാണ് എന്ന് ചിന്തിച്ച് അദ്ദേഹം ഈ പൈപ്പിനകത്ത് കയറുമ്പോൾ ഇവിടെ അടച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പൈപ്പ് നിവർത്തി കുത്തനെ വെക്കാം. എന്നിട്ട് ആ സൈഡിലും നല്ല കട്ടിയുള്ള തുണിയോ പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പറമ്പിൽ കൊണ്ട് ഈ കെട്ട് റിലീസ് ചെയ്ത് അദ്ദേഹത്തെ തുറന്നു വിടാം. സേവ് ചെയ്യണമെന്നുള്ളവർക്ക്, കൊല്ലണമെന്നുള്ളവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനെയും മക്കളെ വെക്കുന്ന അമ്മമാരുടെ കാലം, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന മക്കളുടെ കാലം. അതുകൊണ്ട് അങ്ങനെയുള്ള കാലം നമുക്ക് എല്ലാത്തിനെയും സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയൊന്നുമില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുകയാണ്. കാണാം, കുഞ്ഞിനതിഥി. പുള്ളിക്കാരൻ പറഞ്ഞത് ഏറ്റവും ചെറിയ കുഞ്ഞാണെന്ന്. പക്ഷേ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ ഈ വർഷത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് സമയമായിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയൊക്കെ അദ്ദേഹത്തിൻ്റെ മുട്ടയിടും. ജനുവരി മുതൽ അങ്ങോട്ട് ജനുവരി പകുതി മുതൽ ഫെബ്രുവരിയൊക്കെ മുട്ടയിടുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മുട്ട വിരിയുന്ന സമയമാണ്. ഇതെന്തായാലും അത്ര വലുതൊന്നും അല്ലാത്ത കൃത്യം 10 മാസം മാത്രം പ്രായമുള്ള സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്ന് അറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പേടിച്ചിട്ടാണ്, ഭയന്നിട്ടാണ്, ടെൻഷനുള്ളത്. ഞാൻ എപ്പോഴും പ്രോഗ്രാമിൽ പറയാറുണ്ട്, ഒരു പേടിച്ചിട്ടാണ് പത്തി എടുക്കുന്നതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇത് നോക്കുക, ഒരു കുഞ്ഞൻ അതിഥി, അത്ര വയസ്സൊന്നും അല്ലാത്തത്, 11 മാസം പ്രായമുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 11 മാസത്തോളം പ്രായം, ഫീമെയിൽ, പെണ്ണതിഥി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായി, ഇപ്പം നമ്മളൊരു ഈ വലിയ തവളയാണ് ഇപ്പം നമ്മൾ കണ്ട ആ പൊന്താന് ഇദ്ദേഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായി ചെറുതാണ്. പക്ഷേ ആ പൊന്താൻ വായിക്കാത്തോട്ട് പോകുമ്പോൾ ഇവിടെ വായി വികസിച്ച് ഈ ഭക്ഷണം അകത്തോട്ട് പോകുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ ഭാഗത്ത് ചെറിയ കീറലുണ്ടാവാം, കവിള് വീർക്കുമ്പോൾ ഇത്രയും വലിയ ഭക്ഷണം കൊണ്ടുപോകും. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി ബ്ലഡ് വരുന്നത് നമുക്ക് കാണാം. ഈ ബ്ലഡ് കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ വായി മുറിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇരയുടെ ദേഹത്തുള്ള ബ്ലഡാണ്. അല്ല, ഇരയ്ക്ക് വെനം കൊടുത്തത് കൊല്ലുന്നത് കൊണ്ട് വെനം കട്ടിയായിപ്പോവും. അല്ല, വെനം ചെല്ലുമ്പോൾ ഈ ബ്ലഡ് അങ്ങ് കട്ടിയാവും. കോവിഡ് പ്രത്യേകതയാണ്. ഈ ഒരു തവളയെ കടിച്ചു കഴിഞ്ഞാൽ തവളയ്ക്ക് കടിയേറ്റ് കഴിയുമ്പോൾ അത് മരിക്കുമ്പോൾ ബ്ലഡ് അങ്ങ് കട്ടിയാവും. ഒരിക്കലും കട്ടിയാവുമ്പോൾ ഇദ്ദേഹം കഴിക്കുമ്പോൾ വായിൽ ബ്ലഡ് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇവയുടെ വായി കയറിയിട്ട് ആ ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. കുറേ ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഹീലാവും. അതുമാത്രമല്ല, നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ വടക്കൻ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു പെരുമ്പാമ്പ്, ഒരു 4 കോഴിയെ വിഴുങ്ങിയ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാൾ തന്നെ പെരുമ്പാമ്പിനെ പിടിച്ചതിന് ശേഷം അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന കോഴിയെ പെരുമ്പാമ്പിൻ്റെ വയറ്റിൽ ചവിട്ടി ആ കോഴിയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംഭവം പത്രത്തിലൊക്കെ വാർത്തയായി. അത് അപകടമാണ്. അത് കേസെടുക്കും. അങ്ങനെയുള്ള പാമ്പ് സംരക്ഷകർ ഈ അടുത്ത കാലത്ത് രാജവമ്പരെ പിടിച്ചിട്ട് വാലിൽ ചവിട്ടി പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോസ് കണ്ടു. പക്ഷേ അതും ഫോറസ്റ്റിൻ്റെ ഇതിൽ കേസുണ്ടാവും. ഓർക്കുക, പാമ്പ് സംരക്ഷകർ ഫോട്ടോ എടുക്കുമ്പോൾ പാമ്പിനെ ചവിട്ടി പിടിക്കാതിരിക്കുക. പാമ്പിനെ നിങ്ങൾ അഥവാ പെരുമ്പാമ്പിനെയൊക്കെ സാധാരണ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരൊന്നും പാമ്പുകളെ ചവിട്ടി ഭക്ഷണത്തെ പുറത്തേക്ക് കൊണ്ടുവരാറില്ല. അവസ്ഥ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാലിലൊക്കെ തട്ടി നിൽക്കാം. അതുപോലെയല്ല, പെരുമ്പാമ്പിനെ ചവിട്ടി മെതിച്ച് വയറ്റിലേക്ക് കൊണ്ടുപോയ ഭക്ഷണത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടൊക്കെ വീഡിയോ കാണാൻ പറ്റും, ഫോട്ടോ കാണാൻ പറ്റും. അതിൻ്റെ പേരിൽ കേസുണ്ടാവും. അത് നല്ലൊരു കേസായിരിക്കും. അത് ഷെഡ്യൂൾ 1 പെരുമ്പാമ്പ്. മിക്കവാറും അദ്ദേഹം ജയിലിൽ പോവും. 1-2 മാസത്തേക്കല്ല ജയിലിൽ പോവുക. റിമാൻഡിൽ പോയാലും പിന്നെ നടപടി ഉണ്ടാവും.
പിഴയുണ്ടാവും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പാമ്പിനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പറയുന്നതിൻ്റെ മറുവശം കാണാതിരിക്കുക. നിങ്ങളുടെ പേരിലോ നമ്മുടെ പേരിലോ കേസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഫോറസ്റ്റുമായിട്ടൊരു അലിഗേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കണ്ട് പത്രത്തിൽ വായിച്ചതുകൊണ്ടാണ് പറഞ്ഞത്, മെസ്സേജ് അറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഈ കുഞ്ഞൻ അതിഥിയെ ഇവിടെ നിന്നൊരു കൊച്ചു ബോട്ടിൽ വാങ്ങിയതിന് ശേഷം ഈ സർപ്പത്തെ, ഈ നാഗത്തെ, ഈ നല്ലാത്താൻ പാമ്പിനെ, ഈ സ്പെക്ടിക്കിൾഡ് കോബ്ര, ഈ മൂർഖനെ നമ്മളൊരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി ടീമിന് യാത്രയാവേണ്ടതുണ്ട്. ഒരു ബോട്ടിൽ എടുക്കാൻ പോട്ടെ. ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണല്ലേ? അടിപൊളി, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കാൻ ഞാനോ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ അതിന് ഉത്തരവാദികളായിരിക്കില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കോളിലേക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടി ടീം യാത്രയാവും. എന്തായാലും വളരെ സന്തോഷം. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എയർപോർട്ടിനടുത്ത് ചാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം മലയാളികളല്ല ഇവർ, ഹിന്ദി സംസാരിക്കുന്നവരാണ്. മലയാളം അറിയില്ല. തോടാ ഹിന്ദി മാലു എന്നാണ് അവർ പറഞ്ഞത്. അല്ല, മലയാളം ഞങ്ങളുടെ തോടാ മലയാളം എന്തായാലും വളരെ ഇവർക്ക് നല്ലതായിട്ട് മലയാളം അറിയില്ല. പക്ഷേ എന്നാലും ഇവരിവിടെ ജീവിക്കാനാണ് വന്നിട്ട്. ഇവിടെ നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ സീറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇവിടെ പണിയൊന്നും പെട്ടെന്ന് ഒരാൾ ഇങ്ങോട്ട് കടന്നു പോയി എന്ന് പറഞ്ഞാൽ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് തൊട്ടടുത്ത ഷോപ്പിലെ ആളാണ്. അപ്പോൾ അതേ പെട്ടെന്ന് വിളിച്ചു. നമ്മൾ ട്രിവാൻഡ്രത്തിന് ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇവർ പറയുന്നത്, ഞാൻ ചോദിച്ചു കറുത്ത കളറാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അല്ല, ചോക്ലേറ്റ് കളർ എന്ന് പറഞ്ഞു. അപ്പോൾ ചേരയാവാം, മുറുക്കനാവാൻ സാധ്യത കുറവാണ്. പക്ഷേ പറയാൻ പറ്റില്ല, ഇത്രയും വണ്ടി വാഹനങ്ങൾ ഇവിടെ വന്ന് പോകുന്നത് കൊണ്ട് അതുമാകാം. എന്തായാലും നമുക്ക് ഇതിനകത്ത് എവിടെയാണെന്ന് അവർ ഇതിനകത്തോട്ട് പോയെന്നവർ പറയുന്നത് ഈ സാധനങ്ങളെല്ലാം മാറ്റി നോക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്തുണ്ടോ, ആരാണ് ഇനി മലയാളം അറിയാത്ത ഹിന്ദി മാത്രം സംസാരിക്കുന്ന നമ്മുടെ അതിഥിയാണോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ അതിഥിയെ. എന്തായാലും നമ്മൾ ഇത്രയും എടുത്തിട്ട് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നല്ല സ്പേസ് ഉണ്ട് അകത്തോട്ട് ഇരിക്കാനായിട്ട്. വടിയിലോട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഇവർ കണ്ടതിന് ശേഷം കുറേ കഴിഞ്ഞ് 1 മണിക്കൂർ ആയോ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. അതിന് ശേഷമാണ് പുള്ളിക്കാരനെ അറിയിച്ചതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെയാണ് നമ്മളിതൊക്കെ മാറ്റി നോക്കുന്നത്. എന്തായാലും നമുക്ക് എടുത്തപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഇതായിരിക്കുന്നു ചുരുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്. എന്തായാലും ഇദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായി. നമ്മൾ മലയാളത്തിൽ മലയാളികൾക്കൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? മലയാളികൾക്കൊരു വിശ്വാസമുള്ളത്, ചേര ഒരു വീട്ടിൽ അന്തി ഉറങ്ങിയാൽ അവിടെ ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും, ലോട്ടറി അടിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ മലയാളികളല്ലാത്ത മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് മലയാളം അറിയാത്തതിൻ്റെ പ്രിയ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞിട്ട് പോകും, ലോട്ടറി അടിക്കാൻ. ചിലപ്പോൾ ലോട്ടറി അടിക്കുകയാണെങ്കിലോ എന്തായാലും അവരുടെ സ്ഥാപനത്തിൽ വന്ന് കയറിയ ചേര എന്നറിയപ്പെടുന്ന, റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, നമ്മുടെ നാട്ടിലൊക്കെ അറിയാം എലിയപ്പിടുത്തക്കാരൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിന് ഏകദേശം 2 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സിനടുത്ത് പ്രായം വരുന്നു. 3 വയസ്സിലേക്ക് കടന്നു പോകുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മഞ്ഞയും കറുപ്പും കലർന്ന കളർ ചേരയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുമാത്രമല്ല കുഞ്ഞു തല കഴിഞ്ഞ് കഴുത്തിൻ്റെ ഒട്ടിയിരിക്കുന്നു. ഫീമെയിൽ പെണ്ണതിഥിയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കാൻ. ചിലപ്പോൾ ചുവരിനോട് ചേർന്ന് സൈഡിൽ കൂടെ വന്ന സമയത്ത് ആ സൈഡ് വഴി ആ റൂമിനകത്ത് 2 ഷട്ടറും തുറന്നു കിടന്നുകൊണ്ട് ഇവർ ജോലി ചെയ്ത മറുവശത്തായതുകൊണ്ട് ചിലപ്പോൾ സൈഡിൽ കൂടെയും കടന്നു പോയതായിരിക്കാം. എന്തായാലും കടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ചേരയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്നാലും നമ്മൾ സമയങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒട്ടനവധി ഒന്നിൽ കൂടുതൽ 1, 2, 3 പ്രാവശ്യമല്ല, അതിൽ കൂടുതൽ 100ഓളം പ്രാവശ്യം, എനിക്കൊരു 10, 25, 30 ചേരകളെ നമ്മൾ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പല കളറിൽ, പല സൈസിൽ, ആണും പെണ്ണുമായിട്ട് വലയിൽ കുരുങ്ങിയത് ഉൾപ്പെടെ, വീട്ടിൻ്റെ മണ്ടയിലിരുന്നത് ഉൾപ്പെടെ ഒരുപാട് ചേര അതിഥികൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല. ഇവരോട് ഇദ്ദേഹത്തെ ഇവിടുന്ന് ഒരു കേസ് വാങ്ങി, ഇവിടുന്ന് ഒരു കവർ വാങ്ങി, കവറിനകത്ത് ഇദ്ദേഹത്തെ അടച്ചതിന് ശേഷം
ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി ടീം യാത്രയാവുന്നു. എന്തായാലും ഒരു കീസ് ഉണ്ട്, പ്ലാസ്റ്റിക് കീസ്. എന്തായാലും ടെക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര, വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി കഴിഞ്ഞ് അണിയൂർ, പോത്തൻകുളയ്ക്ക് പോകുന്ന ഒരു അണിയൂരിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കട്ടച്ചൽ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചവിട്ടുമത്തയ്ക്ക് അടിയിൽ എന്തോ സാധനം ഇരിക്കുന്നു. ചവിട്ടുമത്തയ്ക്ക് അടി, ഞങ്ങളുടെ ചവിട്ടുമത്ത, അപ്പോൾ ഞാൻ തറയിലിട്ട് ചവിട്ടുന്ന സാധനമല്ല ഇത്. ചവിട്ടുമത്ത എടുത്ത് മതിലിനും പകരം ഷീറ്റ് അടിച്ചിട്ടുണ്ട്, ജി ഷീറ്റ്. ആ ഷീറ്റിൻ്റെ പുറത്തിട്ടുണ്ട്, അതിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളെന്തായാലും ടീം ട്രിവാൻഡ്രത്തേനുണ്ടായിരുന്നു 15 മിനിറ്റുകൾ എടുത്ത് നമ്മളിവിടെ എത്തി. ആ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അവർ പറഞ്ഞു ഇതിനകത്തൂടെ കടന്നു വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിൽക്കണം, നമുക്ക് അകത്തൂടെ കയറി വീടിൻ്റെ പിന്നിലേക്ക് പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് നോക്കാം. നമ്മുടെ അതിഥി ആരാണ്, കൊമ്പേറിയാണോ, ചേരയാണോ, നീർക്കോലിയാണോ, ഒന്നൊന്നും അറിയാം, മൂർഖനാണോന്നും അറിയില്ല. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. ഈ ഷീറ്റിനകത്ത്, ഈ ചവിട്ടിനകത്ത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കാണാം. അതായിരിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞൻ അതിഥി. അത്ര വലുതൊന്നും അല്ലാത്ത ഒരു അതിഥിയാണ്. ഇവർ കണ്ടത് എന്തായാലും നന്നായി. നോക്കൂ, അകത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചുവർപ്പാമ്പ് അഥവാ ചുരുട്ടയാണ് ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്നത്. നമുക്കാണ് നമ്മളെ പ്രേക്ഷകർ ഒട്ടനവധി കണ്ടിട്ട്. പക്ഷേ ഇനി നമ്മളിതിനെ വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ മിക്കവാറും അപ്പുറത്തേക്ക് ചാടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഇനി വിടാണ്ട് പരീക്ഷിക്കാൻ തയ്യാറല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ഇവിടെ നല്ല ഇരുട്ടാണ്, അതുപോലെ നായുടെ ഒരു ബഹളമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ മുന്നേക്ക് പോകാം. എന്തായാലും സന്തോഷം. നമ്മൾ വലിയ ഒരാളിനെ പ്രതീക്ഷിച്ചാണ് വന്നതെങ്കിലും കിട്ടിയത് കുഞ്ഞനാണെങ്കിലും എനിക്ക് നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളൊരു കാര്യം, ഇദ്ദേഹം ചുമ്മാ വെറുതെ കടിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ പേര് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒട്ടനവധി പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ശംഖുവരനെയും ചുവർപ്പാമ്പിനെയൊക്കെ. ഇത് ശംഖുവരൻ, ഇത് ചുവർപ്പാമ്പാണ്. ഇത് ചുമ്മാ കടിക്കുന്ന പാമ്പ്. എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു ഇനം അതിഥിയാണ്. ചുമ്മാ കടിക്കുന്ന അതിഥിയാണ്. ചുമ്മാ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴും കടിക്കും. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഷോപ്പുകളിൽ, കടകളിലൊക്കെ, നമ്മൾ ഫാൻസി സ്റ്റോർ ആയിരുന്നാലും അതുപോലെ മെഡിക്കൽ സ്റ്റോറുകൾ, അതായത് നമ്മുടെ വ്യഞ്ജനങ്ങൾ വാങ്ങുന്ന പലവ്യഞ്ജനക്കട എന്ന് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ അറിയപ്പെടുന്ന കടകളിലൊക്കെ, മാർജിൻ ഫ്രീ പോലുള്ള സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ട്രിവാൻഡ്രത്ത് ചാലയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം 100 കണക്കിനുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ കിട്ടുക, ചാല പോലുള്ള കമ്പോളങ്ങളിൽ ഇദ്ദേഹത്തിനെ കിട്ടുക ഒരു എന്താ പറയുക, ഒരു അശ്രാന്ത പരിശ്രമമായ ഒരു കാര്യം. കാരണം ഒട്ടനവധി സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എന്തിൻ്റെങ്കിലും ഇടയ്ക്ക് ഒളിക്കുക, പിന്നെ മുഴുവൻ സാധനങ്ങൾ നീക്കി നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റത്, ഈ സ്ട്രൈപ്സ് നോക്കുക, പല്ലിയുടെ തല പോലെ ഇരിക്കുന്ന ദേഹത്ത് ഈ ആഷ് കളർ മാത്രം, അല്ലെങ്കിൽ ബ്രൗൺ കളർ മാത്രമല്ല, കറുപ്പിൽ വെള്ള വരെയുള്ള ആളുണ്ട്. അദ്ദേഹവും ചുവർപ്പാമ്പാണ്. തല നോക്കിയാൽ തല പരന്നിരിക്കുന്ന അതിഥി, തല പരന്നിരിക്കുന്നത് ചുമ്മാ കടിക്കുന്ന ഒരു അതിഥിയാണ്. ചുമ്മാ കടിക്കും. നമുക്ക് കടിച്ചാൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ലാത്ത ഒരെണ്ണം അതിഥിയാണ്. അന്നേരം സമയം കളയുന്നില്ല. ഇവിടെ നിന്നൊരു ബോട്ടിൽ വാങ്ങി. യഥാർത്ഥത്തിൽ ബോട്ടിൽ വാങ്ങി അടയ്ക്കേണ്ട കാര്യമില്ല. ഈ അമ്മയ്ക്ക് എന്തായാലും ഒരു പാമ്പിനെ പിടിക്കാൻ വിളിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് അറിയാം എന്തൊക്കെ കരുതി വെക്കണമെന്നുള്ള. കുപ്പി എടുത്ത് വെക്കും, പിന്നെ കുപ്പിയിൽ ഓട്ടയൊക്കെ ഇട്ട് വെക്കും. വേണമെങ്കിൽ അഡ്രസ്സും കൂടെ ഒരു പേപ്പറിൽ എഴുതി വെക്കും. എന്നിട്ട് നമ്മൾ സമയം കളയുന്നില്ല. ഈ അമ്മ 2 വർഷം കൊണ്ട് പാമ്പിനെ പിടിക്കാൻ വിളിക്കാതിരിക്കുകയായിരുന്നു. ഇനി ഒന്നും ഈ വീട്ടിൽ പാമ്പ് വരാതിരിക്കട്ടെ. നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി ടീം യാത്രയാണ്. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387974441.